അതുപോലെ തന്നെ ഇന്നലെ പ്രാർത്ഥിക്കാവുന്ന ഭർത്താവ് 8 പ്രാവശ്യം വെടിവെച്ച ഒരു ഭാര്യയെ അവളുടെ ഹൃദയത്തിലും നാക്കിലുമൊക്കെ വെടിയുണ്ട ചീറിപ്പോയി പാഞ്ഞതിൻ്റെ ഒരു പ്രത്യേക ഒരു ജീവിയായി നിൽക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് അൾത്താറയിൽ വരുന്നത്. എന്നാൽ അലക്സച്ചനാണ് അവരെ അഭിസംബോധന ധ്യാനത്തിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു. അപ്പം ഇതുമാത്രം മനുഷ്യരാണ് കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലെ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയിലെ അഭയം പ്രാപിക്കുന്നത്. അവസാനത്തെ അറ്റകൈ പോലെയാണ് മനുഷ്യർ വരണത്. അങ്ങനെ അറ്റകൈ അവസാനത്തെ അഭയകേന്ദ്രം എന്ന രീതിയിൽ വന്നിട്ടുള്ള അനേകം മക്കൾ, വന്നു പോയിട്ടുള്ളവർ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരുടെ മേലെല്ലാം സ്വർഗം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കെട്ടുകൾ അഴിയപ്പെടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ശക്തി മാതാവിൻ്റെ മധ്യസ്ഥ അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. ശനിയാഴ്ച കണ്ടെത്തിയത് നമ്മുടെ യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ വന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് മണി കൊടുത്തിട്ട് യമൻ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അവരതിൽ നിന്ന് റിലീവ്ഡ് ആകാനുള്ള പണം കെട്ടിവെച്ചത് 8 കോടിയോ മറ്റോ എന്തുകൊണ്ടാണ് കെട്ടിവെച്ചിട്ട് പോലും അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് പോലും യമൻ സർക്കാർ അത് സ്വീകരിക്കണില്ല എന്നാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ആഴ്ചത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കടുത്ത നിയോഗങ്ങളിലെല്ലാം ഈ ആഴ്ചയിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രുതികട ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ശരിക്കും നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഉടമ്പടിയോടുകൂടി നമ്മുടെ ആരാധനാ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലവരപ്പറമ്പിൽ നിന്ന് ജെയ്മി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ ലേണഡ് വുമണാണ്. അവരുടെ സാക്ഷ്യങ്ങൾ വളരെ ചിട്ടയായിട്ടും അഭിഷേകസ്നിഗ്ധമായിട്ടാണ് പറയണത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പണ്ട് കുർബാന അർപ്പിച്ചതുപോലെ അല്ല ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നത്. കാര്യം എന്താണ്? ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധത്തിലായി, സുനിശ്ചിതമായ കൃത്യമായ തുളുമ്പാത്ത ഒരു ബന്ധമായി. അപ്പോഴെന്താ മനുഷ്യരുണ്ടാകുന്നത്? മനുഷ്യർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഷമമെന്ന് പറയണത്, എല്ലാവർക്കും ഇത് സാധിക്കും, പക്ഷെ ചിലർ ആ വിഷയത്തിൽ മാത്രമാണ് അടിസ്ഥാനപ്പെടുന്നത്. ഉടമ്പടിക്ക് 2 അനുഭവ തലങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഉടമ്പടി നിയോഗം വെച്ചിരിക്കുന്ന വിഷയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഗ്രോത്തുകളെ, അത് നടക്കണുണ്ടോ, എന്തുമാത്രം സ്ലോയാണ് സ്പീഡാണെന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ നിയോഗങ്ങളെ നിബദ്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വരുന്നൊരു വിഷയം നമ്മുടെ വിഷയബന്ധിയായിട്ട് മാറും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഒരു ഡ്രൈ റിലേഷനായി പോകും.
ദൈവം നമ്മളുമായിട്ടുള്ള ഒരു ബയോളജിക്കൽ റിലേഷനുണ്ട്. എന്നുവെച്ചാൽ വളരെ ജൈവപരമായ ഒരു ബന്ധം. അത് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ സംഭവം പോകാൻ പോണത്. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്ന ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞ് ആൾക്കാർക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുള്ളതെന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ മനുഷ്യൻ ഇപ്പോഴും സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ളത്, സാക്ഷാത്കരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ആത്മീയ നിലവാരം അനുസരിച്ച് കൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ദൈവാനുഭവ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും തുനിഞ്ഞു കെട്ടി എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണെന്ന് ചിന്തിച്ചാൽ 50% പ്രീമിയമായിട്ടാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ ദൈവമാണ്. ദൈവമാണ് എൻ്റെ വിഷയം, ദൈവമാണ് എൻ്റെ വിഷയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തരുന്നതുകൊണ്ടല്ല, ആന്തരികമായിട്ടൊരു അഭിഷേക വിധി പ്രകാരം ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വൈദികൻ്റെ ടോക്ക് കേട്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് റീൽസൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ വൈദികൻ്റെ ടോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇച്ഛാഭംഗം വന്നിരുന്നു. വൈദികരുടെ പോലും ഗതി ഇതാണല്ല എന്ന് ഓർത്തിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയണത്, ഇദ്ദേഹം കേരളത്തിൽ സ്വാധീനിക്കുന്ന ഒരു ധ്യാനഗുരുവാണ്, കരിസ്മാറ്റിക് ധ്യാനഗുരുവല്ല. അപ്പം അദ്ദേഹം പറയണത്, എനിക്ക് ഈ കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണെന്ന്. കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു ബഹുമാനപൂർവമായ ഒരു അകലം കീപ്പ് ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം നല്ല ഭംഗിയുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. എന്നിട്ട് അതിന് കാരണം പറയണത്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയാണ് അങ്ങേർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയിൽ ഒരു ഓട്ടിസം രോഗിയെ കൊണ്ടുവന്ന് സുഖപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചരിത്രമുണ്ടോ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കണ ചോദ്യം മനസ്സിലായില്ലേ? ഈ രോഗസൗഖ്യത്തിൻ്റെ ഈ ക്ലെയിമിൽ ഇപ്പോൾ കുറേ അധികം ക്ലെയിംസ് വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഓട്ടിസം രോഗി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ സുഖപ്പെട്ട ഏതെങ്കിലും ചരിത്രമോ സാക്ഷ്യമോ ഉണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം കള്ളത്തരമാണെന്നാണ് അദ്ദേഹം ബ്രാൻഡ് ചെയ്യണത്. വളരെ തന്ത്രപൂർവ്വമാണ് അത് ആ സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് സുഖിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് കേട്ട് അതാണ് സത്യമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് സഭയിൽ തന്നെ നുഴഞ്ഞു കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടം വരും ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴാണ് ജെയിനിയുടെ സാക്ഷ്യം വന്നത് ഇവിടെ. ഇത് ഞാൻ കേട്ട് ഇതിനൊരു മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിനി വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ജെയിനി ഒരു യാക്കോബി ലേഡിയാണ്, പക്ഷെ നല്ല പാരമ്പര്യമുള്ള ചൈതന്യമുള്ള വിശ്വാസിയാണ്. അത് അവർ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം ദൈവമായിട്ട് റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ എങ്കിലും ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അവർ പറയണത്, എനിക്കിത് അവരുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടിസം പോലെയുള്ള തന്നെ സംഭവം. ഏതെങ്കിലും സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും, പിന്നെ പിള്ളേരെ ഉപദ്രവിക്കും. എപ്പോഴും അവർ സ്പെഷ്യൽ സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും. എപ്പോഴും കംപ്ലൈൻറ്റ് വരും. നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ പിള്ളേരുടെ അവരെ കണ്ടിട്ടില്ലേ, അവിടെ നിൽക്കത്തില്ല, അവർ ഓടി നടക്കും. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയും കിട്ടത്തില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു ഓട്ടിസം രോഗി ഉണ്ടെങ്കിൽ ഒരു മാതാപിതാക്കന്മാർക്ക് പെട്ടെന്ന് വിശുദ്ധരാകാൻ പറ്റും. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഒരു ഓട്ടിസം രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് അല്പം ശ്രദ്ധിച്ചാൽ, ഇപ്പം ഇന്ന് 7-ാം തീയതി, ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി, ഇന്ന് കാർലോ അക്വിറ്റസിന് പരിശുദ്ധ പിതാവ് ദിവ്യകാരുണ്യ മധ്യസ്ഥനായിട്ട് ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഒന്ന് കൈയടിച്ച് ശ്രുതിയുടെ
അക്വിറ്റസിൻ്റെ 15 വയസ്സേ ഉള്ള ആളിനെ 15 വയസ്സേ ഉള്ളു. മിലാനാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ആ 15 വയസ്സുള്ള സമയത്ത് തന്നെ ആളിനെ നല്ല ആദ്യമേ തന്നെ ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ആഭിമുഖ്യമാണ്. ദിവ്യകാരുണ്യത്തോട്. അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സാധ്യമാണ്. വളരെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് സാധ്യമാണ്. പിന്നെ ഒരു അദമ്യമായ അഭിഷേക ദൈവോന്മുഖ മിസ്റ്റേരിയം ട്രാൻഷൻ എന്ന് പറഞ്ഞ ദൈവത്തിനടുത്ത ഭയം തോന്നിപ്പിക്കുന്ന റിലേഷൻസ് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ വളരെ അഭിഷേകസിദ്ധമായിട്ടൊരു ആരാധനാപൂർവമായ സാക്ഷ്യവും ഒരു ലവ് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും സ്പർശ്യമായ ഒരു മൗന മനന ധ്യാനത്തിനും കണ്ടംപ്ലേഷനും ഒക്കെ ദിവ്യകാരുണ്യം വല്ലാത്ത സാധ്യതകളാണ് ആരാധന ലോകത്തുണ്ടാക്കിയത്. അപ്പോൾ അക്വിറ്റസിന് ഈ ആരാധനയോട് ഭയങ്കര കമ്പമാണ് ദിവ്യകാരുണ്യം. അക്വിറ്റസിൻ്റെ ഹോബി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. കമ്പ്യൂട്ടർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനാണെന്നാണ്. കൈയടിക്കടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലം ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശുദ്ധന്മാരെ കൂടി കിട്ടുകയാണ്. ആ കാലത്തിന് പറ്റിയ വിശുദ്ധന്മാരെ കിട്ടുകയാണ്. അപ്പോൾ എന്താണ് വിഷയം വെച്ചാൽ അക്വിറ്റസ് എപ്പോഴും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും, എപ്പോഴും ആലോചിക്കും. എന്നിട്ട് ദിവ്യകാരുണ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കളക്ട് ചെയ്യും. ലോകത്തെവിടെയെല്ലാം 100, 104, 128 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവ്യകാരുണ്യം ബ്ലഡായിട്ട് മാറണതും ദിവ്യകാരുണ്യം മാംസമായിട്ട് മാറണതും. അങ്ങനെ ഓരോരോ കാലത്ത് ഞാൻ തന്നെയും എനിക്ക് ഇവിടെ 2-3 ദിവ്യകാരുണ്യ അനുഭവങ്ങളുണ്ടായി. അതായത് ഞാനൊരു വാടക്കേ പള്ളിയിലിരിക്കുന്ന കാലത്ത് അത് 2003 കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കൃപാസന ധ്യാനത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യം ഉണ്ടാകുമല്ലോ, എനിക്കറിയാമല്ലോ. ദിവ്യകാരുണ്യം ഇല്ലാത്തൊരു ആരാധനയും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചേടത്തി ഞാനൊരു സ്ഥലത്ത് ഒരു കുരിശ് പേരെ വെഞ്ചരിക്കാൻ പോയി. ലതീഞ്ഞ നടത്താൻ പോയി. ലിറ്റനിയില്ലേ, നമ്മൾ കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന ലിറ്റനി, ലിറ്ററജിക്കൽ രൂപമാണത്. അത് പാടി പ്രാർത്ഥിച്ച് ധൂപിച്ച് പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മുടെ ജവമാരുടെ ഭാഗമായിട്ട് ആൾക്കാർ ആഘോഷമായിട്ട് നടത്തുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഞാൻ ലിറ്ററിന് നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ രണ്ട് സഹോദരികൾ വന്ന് എന്നെ കണ്ടച്ഛൻ പറഞ്ഞ് ലിറ്ററി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇങ്ങനെ പോരാൻ വേണ്ടി പള്ളിയിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ 2 സഹോദരി വന്നിച്ചും പറഞ്ഞു, അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി, അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ചു. അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി, അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് പിടിയില്ല. ഞാനെല്ലാം അമ്മച്ചിന്നാണ് എല്ലാവരെയും വിളിക്കണത്, പ്രായമുള്ളവരെല്ലാവരെയും. അപ്പോൾ ആരെയും ഉദ്ദേശിക്കണമെന്ന് അപ്പോൾ ഞാനത് അവരെ ഞാൻ അറിയത്തില്ലെന്ന് പറയണത് അവർക്കൊരു ക്ഷീണമല്ലേ. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരുടെ കൂടെ പോയി. അവിടെ വീട്ടിലോട്ട് പോയപ്പോഴുണ്ടല്ലോ ഒരു വലിയ, അതായത് ഞാൻ എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇരിക്കണ ഒരു ചെയർ അവിടെ ഉണ്ട്, ഒരു തൂണുണ്ട് ആൾത്താരുടെ വാതിക്കൽ. ആൾത്താരുടെ വാതിക്കലുള്ള തൂണിൻ്റെ അടുത്ത് ഒരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിരിക്കാൻ വേണ്ടി അവിടെ. അപ്പോൾ ഞാൻ കുർബാന കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും. അപ്പോൾ ഈ അമ്മച്ചി അവിടെ ഉണ്ടാവും. അപ്പോൾ അമ്മച്ചി അമ്മച്ചിയുടെ കസേരയുടെ അരിയിലാണ് മുട്ടുകുത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അമ്മച്ചിയോട് വല്ല കുശലമൊക്കെ ചോദിക്കും, വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മച്ചി എന്നെ മകനായിട്ടാണ് കണ്ടിരിക്കുക, വീട്ടിൽ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആൾ പെട്ടെന്ന് പ്രഷർ അടിച്ച് വീണുപോയി. ആളെ 10-70 വയസ്സുണ്ടേ. നടന്ന് കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വരും. കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ 5:30 പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും അവിടെ. അതേത് മഴയായാലും ശരി, എന്ത് മഞ്ഞായാലും ശരി, 5:30 ഞാൻ പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും അവിടെ. അവർ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് അവിടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് നടന്ന് പോരണേ കുറേ പോരണമേ. പട്ടികൊക്കെ പിടിക്കും മിക്കവാറും ഉച്ചയ്ക്ക് വെളുപ്പിനൊക്കെ ആണെങ്കിൽ. എങ്കിലും അവർ ആ സമയത്തുണ്ടാവും.
അപ്പോഴേ എനിക്കത് ഭയങ്കര വിഷമമായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇവരെ ഈ ദിവസം കാണാത്തതൊന്നും ഞാൻ പല തിരക്കിപ്പെട്ടത് കാരണം അവർ വന്നോ പോയോ ഒന്നും ഞാൻ അറിയണില്ലല്ലോ. ആളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ പറഞ്ഞ് കുർബാന കൊടുക്കാൻ പറ്റുമോ അച്ഛന്ന് അവർ പിള്ളേരോട് ചോദിച്ചു. മരുമക്കളാണ്. അപ്പോൾ കുർബാന കൊടുക്കാൻ പറ്റാന്ന് വെച്ചാൽ അവർക്ക് ആളിന് വലിയ ബോധമില്ല. വലിയ ബോധമില്ല, ബോധമേ ഇല്ല. അതാണ് കാര്യം. പ്രഷർ അടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ട്യൂബിലൂടെയാണ് കൊടുക്കണതേ. അപ്പോൾ ആളിന് ബോധമേ ഇല്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം. എന്താ കാര്യം വെച്ചാൽ ഇവർ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും കുർബാനയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം കുർബാന സ്വീകരിക്കാതെ മരിക്കേണ്ട അവസ്ഥ വന്നാലും അതും ഒരു ലോജിക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിവേ എന്തായാലും ശരി, ഇവർക്കല്ലേ ബോധമില്ലാതുള്ളൂ, ഈശോയ്ക്ക് ബോധമുണ്ടല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, പ്രാക്ടിക്കലാണ് ചിന്തിച്ചത്. അപ്പം ഞാൻ ചെന്ന് മഠത്തിൽ പോയി കുർബാന എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കുർബാന ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കുർബാന ഇറങ്ങത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ നഖത്തോളം ഉള്ള വീതിയിൽ തരിയിലാണ് കുർബാന എടുത്തത്. ഇത്തിരി ചെറിയ, അത് വളരെ ഒരു ചെറിയ ചെറിയ ഒരു കഷ്ണം, കണ്ണിന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്നു. കാര്യം ഈ ട്യൂബിലൂടെ, ഈ വായിലൂടെ ബോധമില്ലാത്ത ആളിൻ്റെ വായിൽ ഇതുകൊണ്ട് വെച്ചാൽ അവർ ഇറക്കത്തില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുക, ഇറക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കുർബാന എല്ലാ പ്രാർത്ഥനകളും മുട്ടതെന്ന് വൃത്തിയായിട്ട് ചെല്ലിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ആറ്റിയെടുത്ത് അല്പം, എന്നിട്ട് ഈ തരിയുള്ള കുർബാന പ്രാർത്ഥിച്ച് അതിൽ അരച്ച് അതിൽ കലക്കി ആ വെള്ളത്തിൽ. എന്നിട്ട് ഈ വെള്ളമാണ് ഞാനിവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തിനാണ്? നിത്യശാന്തി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇവർക്ക്. കാര്യം ഇവർ കുർബാനയ്ക്ക് വേണ്ടി അത്രയും ഈശോയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. കുർബാന സ്വീകരിക്കാതെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ കുർബാന ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ കുർബാന കൊടുത്തിട്ട് പോന്ന് ഈ ആത്മാവിനെ ഈശോയ്ക്ക് ഏൽപ്പിച്ച് പോന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ചേടത്തി വന്ന് അൽത്താരയിൽ നിൽക്കണം. അതാണ് കുർബാന എന്ന് പറയുമ്പോൾ. അതാണ് കുർബാന. നമുക്കൊന്നും വിധി കൽപ്പിക്കാൻ പറ്റത്തില്ല. അനന്തമായ സാധ്യതയാണ് കുർബാന എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ. ഒന്ന് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പൊ ഈ വിഷയം, ഇപ്പൊ ജെയ്മിയുടെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജെയ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞ ആൾ ഫുള്ളായിട്ട് ഉടമ്പടിയിലാണ്. ജീവിതവും പ്രവർത്തനവും ഉടമ്പടിയിലാണ്. ഇപ്പം കുർബാനയ്ക്ക് കൂടുന്ന സമയത്ത് ഈ പറയണത് ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുമെന്ന് പറയണം. കുർബാന അത് ശരിയാണ്. കുർബാനയുടെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ആത്മസമർപ്പണത്തെക്കുറിച്ചും അനുഭവിച്ച പീഡാസഹനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അതിനെയാണ് കുർബാനയാക്കിയിരിക്കുന്നത്. അതിനെയാണ് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുന്നത്. ആ ഓർമ്മ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഭിഷേകവും ആത്മബന്ധവും എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ്. ഉടമ്പടിയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ടാകും. ഉടമ്പടിയിലുള്ള മക്കൾ കുർബാന കൂടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? അവർ മറ്റുള്ളവരെക്കാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവത്തിരുസന്നിധിയിൽ സുവിശേഷം ജീവിക്കുന്നവരാണ്. സുവിശേഷം ജീവിക്കുന്നവർ കുർബാന കൂടി കഴിയുമ്പോൾ അതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ഉന്നതമായ അഭിഷേകമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പണ്ടേ കുർബാന നല്ലവണ്ണം കൂടുന്ന ആളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കുർബാനയുടെ സമയത്ത് പണ്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഒറ്റ നിപ്പാണ്. അതാണ് വ്യത്യാസം. ഉടമ്പടി എടുക്കണമെങ്കിൽ ഞാൻ കുർബാന കൂടുമായിരുന്നു. ജെയ്മി അങ്ങനെ പറയണത്.
പക്ഷേ ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ മനസ്സിലാക്കി ആഴമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴേ മുഴുവനും 100% കുർബാനയിലങ്ങനെ മുഴുകയാണ് നിൽക്കണമെന്നാണ്. ഓരോ വാക്കിലും ഓരോ പാട്ടിലും ഓരോ പ്രവർത്തനങ്ങളിലും. കാര്യം എല്ലാ രീതിയിലുമുള്ള കുർബാനകളിലെല്ലാം വളരെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ പാട്ടുകളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏത് റൈറ്റിലെ കുർബാനയ്ക്കാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പാടുകയും പ്രാർത്ഥിക്കുകയും മൗനമായി. ഇപ്പോൾ ലാറ്റിൻ കുർബാന മാസത്തിനൊക്കെ ആണെങ്കിൽ മൗനമായ സമയങ്ങളുണ്ട്. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സേക്രഡ് സൈലൻസ് എന്ന് പറയും. അത് വല്ലാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ കുർബാന തുടങ്ങാൻ തീരത്തും ഒരു സൈലൻസ് ഉണ്ട്. അനുതാപത്തിൻ്റെ, നിശബ്ദതയുടെ, ബഹളം ഇല്ലാതെ മനുഷ്യൻ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നുമ്പോഴുള്ളൊരു ഹോംവർക്കാണ് ആ ടൈം. ദൈവമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞുള്ള ദൈവത്തോടുള്ള മനസ്സിൻ്റെ സംവേദനങ്ങളാണ് അവസാനത്തെ സേക്രഡ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആവുന്ന വിധത്തിലെല്ലാം ദൈവമായിട്ട് മനുഷ്യൻ ജീവിക്കാനാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു വിഷയം ദൈവമായിട്ട് നമ്മൾ ഗുരുതരമായൊരു ജീവിതമില്ല, പിന്നെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരമുള്ളൊരു കാട്ടിക്കൂട്ടലും ഉള്ള സാങ്കേതികതകളാണ് ഉള്ളത്. അപ്പം ആ ഒരു ലെവല് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആഴമായ ആത്മബന്ധത്തോടെ കാർലോ അക്യൂറ്റസിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ ധ്യാനത്തോഴനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. കൊടുത്തില്ലേ? പിന്നെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് നിൽക്കണില്ല എന്ന് പറയും. അപ്പം ഞാനൊരാളെ കണ്ടുമുട്ടി ഡോക്ടർ എന്ന് പറയും. ആരാണ്? ഈശോനോട് പറയാൻ അധികാരമുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന്. ആ സാക്ഷ്യത്തിൻ്റെയൊക്കെ പോക്ക് കണ്ടില്ലേ? ഞാനൊരാളെ കണ്ടുമുട്ടിയെന്ന്. ആരെയാണ്? മാതാവിനെ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണ്. എന്നിട്ട് ജെയ്മി അതൊക്കെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ എനിക്ക് പുതിയ ആളല്ല, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് അമ്മേനെ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് നമ്മൾക്ക് അമ്മേനെ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ അറിയാത്ത അമ്മയാണ് കൃപാസനത്തിലത്. അത് വേറെ ഒരു ലെവലാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് 2004 ഡിസംബർ 7 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുക പറയണത്. അത് സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട്, അപ്പോൾ ദുരന്തം ഒരു വിഷയം, ഒരു വ്യക്തി ഒരു ദുരന്തം അനുഭവിച്ചാൽ അതിന് ലോകത്ത് പ്രാർത്ഥിക്കാനുള്ള ഏക ഇടമാണ് കൃപാസനം. അതാണ് കൃപാസനം മാതാവ്. അപ്പം നിനക്ക് ദുരന്തമായിട്ട് തോന്നണം അത്. പക്ഷെ നീ ഈ ജെയ്മിയെപ്പോലെ തന്നെ ഇതുപോലെയുള്ള അനേകം മക്കളുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉടമ്പടി എന്തുമാത്രം ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. അതാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത് അവൻ വളർന്നു വരികയാണ്, അവൻ്റെ കാലത്ത് അവന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വളരെ മിനിമമാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നാട്ടുകാർ അവനെ കൈവെക്കരുത്, അവന് ജീവിച്ചു പോകണം. മിനിമമാണ് ഞാൻ ചോദിച്ചത്. അമ്മ തന്നത് മാക്സിമം ആണെന്ന്. ശ്രുതികട ഹല്ലേലൂയ. തന്നെ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടാകും. എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ദൈവാനുഭവങ്ങളുണ്ടാകും. ഇപ്പം നമ്മളോട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് പുതുക്കിക്കൊണ്ടിരിക്കണത്? 2 കാര്യമാണ് പുതുക്കുമ്പോൾ ഉണ്ടാകണത്. അതായത് ഒന്ന്, എൻ്റെ അനുഭവത്തിൽ ദൈവം ഇങ്ങനെ നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഓരോ വിഷയം അതിൻ്റെ തക്ക സമയത്ത് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ കാര്യം നടക്കുമ്പോൾ ഉടമ്പടി പുതുക്കില്ലെങ്കിലും കാര്യം നടന്നല്ല എന്ന് വിചാരിക്കും. അതങ്ങനെയല്ല നടക്കണത്. അത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ടേക്കപ്പ് ചെയ്തിട്ട് അതാതിൻ്റെ കാലത്ത്, ഇപ്പം അങ്ങനെ ഒരു വാക്കുണ്ട്, ദൈവം എല്ലാം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അതാതിൻ്റെ കാലത്ത് നല്ലതായിരിക്കത്ത വിധം സൃഷ്ടിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു സമയക്രമീകരണം എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ ഉടമ്പടി വെക്കുന്ന 6 കാര്യങ്ങളും 6 കാലമായിരിക്കും. 6 കാര്യത്ത് അതാതിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി, യേശുവേ ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:34. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ഉടമ്പടി നിയോഗങ്ങളുടെ രീതിയിൽ അതിൻ്റെ ഒരു കാലമുണ്ട്. അതിൻ്റെ ഒരു കാലം, അത് നടക്കേണ്ട കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് 3ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ തന്നെ 3ാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അതാതിൻ്റെ കാലമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കത്തിലാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് ദൈവം ഈ വിഷയങ്ങൾ ഓരോ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്ത് മാറ്റും. അപ്പം നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ പിശാച പ്രവർത്തനത്തിൽ പറയും, അയ്യോ ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലല്ലോ, എന്നിട്ട് എൻ്റെ കാര്യം നടന്നല്ലോ. അതിൻ്റെ കാര്യം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13 എപ്പോഴും മറന്നു പോകാതിരിക്കേണ്ട വചനമാണ്. ക്യാപിറ്റൽ വേർഡാണ്. എന്താണ് 2 തിമോത്തി പറഞ്ഞേ? 2 തിമോത്തിയോസ് 2:13. എന്താണ് വിഷയം? നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ദൈവം അതാതിൻ്റെ കാലത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇനി പത്രം കൊടുക്കണമല്ല, ഇനി എന്താ ചിലർക്ക് വിശുദ്ധി ജീവിക്കണ പോലും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ്. അപ്പം അതുകൊണ്ട് അവർ ഉടമ്പടി അവസാനിക്കുമ്പോൾ ഈ ലോകത്താന്മാരാണെങ്കിലേ ലോകമാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, ഉദരമാണ് ദൈവം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഫിലിപ്പി 3:19. ഫിലിപ്പിയർ 3:19. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പം അതായത് ചിലർക്ക് ഉദരമാണ് ദൈവം. അതുകൊണ്ട് എന്താ പറയും, എങ്ങനെ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ പിന്നെ ഉപവസിക്കേണ്ട കാര്യമില്ല ബുധനാഴ്ച. അപ്പോൾ ഉപവാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉടമ്പടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസമാണ് ഉടമ്പടി തീരുമ്പോൾ. അതിൻ്റെ കാര്യം അവർ ലോകത്താന്മാരായതുകൊണ്ടാണ്. ലോകത്താന്മാരാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലോകത്താൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാര്യം ദൈവം ഇങ്ങനെ ആളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഭൗതിക മനുഷ്യനും ജഡിക മനുഷ്യനും ലൗകായിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒന്ന്. അപ്പോൾ ഈ ജഡിക മനുഷ്യന് ഉടമ്പടി ഒന്ന് പുതുക്കി തീർന്നാൽ അവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്ത് കളയും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവസ്നേഹം ഇല്ലാതെ വിഷയസ്നേഹം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:14-15. 1 കൊരിന്തോസ് 2:14-15. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈ ഉദരമാണ് ദൈവം എന്ന് പറഞ്ഞ ആവശ്യമില്ല. ഭൗതിക ഉദരമാണ് ദൈവം എന്ന് പറയുമ്പോൾ തീറ്റിപ്പണ്ടാരാന്നല്ല എൻ്റെ അർത്ഥം. ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം ദൈവത്തെ അവലംബം വെക്കുന്ന ആൾക്കാരാണ്. വീട്, ജോലി, വിവാഹം, PR, പെൻഷൻ, വേറെ ഒന്നുമില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം
ദൈവത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആത്മീയത ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഉടമ്പടി പല സമയത്ത് സ്ലോ ആകാൻ കാരണം, പിത്ത പിടിക്കാൻ കാരണം എന്താ കാര്യം? ഉടമ്പടിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം എന്താ? ഉടമ്പടി കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം ഇത് മൊത്തം ദൈവത്തെ സമീപിക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രവിദ്യയായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ന്യൂനീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധ്യാത്മികമായ വളർച്ചയില്ലാത്തത്. ഉടമ്പടിയിലൂടെ ഈ ലൗകിക മനുഷ്യനാണ് അങ്ങനെ വളർച്ച മുറ്റി പോണത്. റോമ 8:9 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പോൾ ദൈവം രണ്ടായിട്ടാണ് ആൾക്കാരെ തിരിക്കേണ്ടത്. എന്താണ് ജഡികരും ആത്മീയരും? ജഡികരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ കാര്യം നമ്മൾ ജഡികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രം വീട്, ജോലി, വിവാഹം, വെള്ളം, അതുപോലെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങൾക്ക് മാത്രമേ വാവിളിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആഹാരത്തിന് വാവിളിക്കണ പോലെ തന്നെയാണ് അവൻ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വാവിളിക്കണത്. എന്തിനു വേണ്ടിയായിരിക്കും? ജഡിക കാര്യത്തിന് വേണ്ടിയായിരിക്കും. അത് കുറേ നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡായി പോവും, ജഡികനായി പോവും. എന്ന് വെച്ചാൽ ഇന്ന് വരെ ഇപ്പോൾ ഈ ജെയ്മി പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങണേ എന്തിനാണെന്നറിയാവോ? ഞാൻ എൻ്റെ മകനെയും കൊണ്ടാണ് ഇറങ്ങണത്. അമ്മയും മകനും കൂടി എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോണത്. ഇവർക്ക് അത്യാവശ്യം ശമ്പളമുള്ള നല്ല ജോലിയുള്ള പാർട്ടിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മകൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് അവരുടെ മനസ്സിൽ കർത്താവ് ഒരു ആഗ്രഹം കൊടുത്തു. എന്താഗ്രഹം കൊടുത്തു വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ 12 മണിക്കൂർ ജോലിയാണ്. 12 മണിക്കൂർ ജോലിയാണ്. ബാംഗ്ലൂരാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 12 മണിക്കൂർ ജോലി കൊണ്ട് ഇവർ വശം കേട്ടിരിക്കുകയാണ്. കാര്യം അവിടെ ആ സീറ്റിൽ ആ വർക്ക് ചെയ്യണ വേറെ ആരും ഇല്ലാത്ത കാരണം കമ്പനി ഇവരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണ കാരണം ഇവർക്ക് വർക്ക് കൂടുതലാണ്. വർക്ക് ലോഡാണെങ്കിലും അത് കണ്ട് ഇവരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയമില്ല. അതാണ് സംഭവം. വർക്ക് ലോഡാകണമെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് ഇത്തിരി ലീവ് കിട്ടിയെങ്കിൽ ഉറങ്ങാമായിരുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയല്ല ഇവർ പറയണത്. ഇവർ പറയണത് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടണില്ല എന്ന് പറയും. കർത്താവ്, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടില്ല. കാര്യം ഇവർ ഇവിടെ വരുമ്പോൾ ഈ ഓട്ടിസം ബാധിച്ച മകനുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇത് ഭയങ്കര ലോജിക്കായിരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? പ്രാർത്ഥനയല്ലല്ല വിഷയം. ഇവിടെ എന്താണ്? പ്രവർത്തനങ്ങളാണ് വിഷയം. പ്രാർത്ഥനയല്ല ഇവിടെ മോഡായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം അത് നമുക്ക് കോൺക്രീറ്റായിട്ട് ദൈവത്തിൻ്റെ നമ്മളെ എപ്പോഴും പെട്ടെന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദൈവത്തിന് നമ്മളെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ വിശ്വാസത്തെ നീതീകരിക്കുന്ന കാരണം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഇവർ സ്പീഡാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പീഡായാൽ മാത്രമേ സ്പീഡാകത്തുള്ളൂ. ചില ആൾക്കാർ അപ്പോൾ ഇവർ പറയണത് ഇവരുടെ രീതി ഇവർ പറയണത് ഞാൻ ആ പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം അരച്ച് കലക്കി ആദ്യം ഒന്ന് പഠിക്കും. കണ്ടാ നോക്കി, അങ്ങനെയാണ് ആൾക്കാർ ജീവിക്കണത്. പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം ഞാൻ കുത്തിയിരുന്ന് വായിക്കും. ഇത് ന്യൂ അപ്ഡേഷൻസ് എല്ലാം നോക്കുമെന്ന്. സാക്ഷ്യത്തിൻ്റെ പുതിയ തലങ്ങളില്ലേ അതെല്ലാം നോക്കും. എന്തിനാണ് അവരെ നോക്കണത്? ഈ മകനെയും കൊണ്ടുപോയിട്ട് ടൗണിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാംഗ്ലൂർ സിറ്റിയിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് പോകും, അല്ലെങ്കിൽ കവലയിൽ പോയിട്ട് ഇവർ ജനങ്ങളോട് സംസാരിക്കും പത്രം വെച്ച്. അത് അവർ കൊണ്ടുപോകുന്ന പത്രം എന്താണ്? ഇംഗ്ലീഷ് പത്രം, കന്നഡ പത്രം. കന്നഡ അവർക്ക് അധികം പിടിയില്ല. പക്ഷേ എനിക്ക് കന്നഡക്കാരെ കിട്ടുമ്പോൾ ഞാൻ അറിയാവുന്ന കന്നഡ ഭാഷയിലും പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷും ഒക്കെ അവരോട് സംസാരിക്കും. അവരുടെ റിസപ്റ്റിവിറ്റി കാണുമ്പോഴേക്ക് മനസ്സിലാകും എനിക്ക് ഭാഷ അത്ര നിശ്ചയമില്ലെങ്കിൽ ഞാൻ പറയണ കാര്യം അമ്മ അവർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് അവർ സന്തോഷത്തോടെ കന്നഡക്കാർ ചോദിക്കുകയെ, നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാണോ സൂക്ഷിച്ചാണോ കേരളത്തിലൊക്കെ ജീവിക്കണതെന്ന്. കാര്യം അങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്. അതാണ് കന്നഡക്കാർ ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം കാണുമ്പോഴേ
അപ്പോഴേ ഇവർ ചോദിക്കും ഈ മകനെ കൊണ്ട് പോണ കാര്യം എന്താ ചോദിച്ചാൽ മകനെ കാണിച്ചിട്ട് ഇവർ സാക്ഷ്യം പറയുകയാണ്. ഈ മകനെ കാണിച്ചിട്ടാണ് ഇവർ സാക്ഷ്യം പറയണത്. അത് പ്രൂഫായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അതായത് അവർക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ആദ്യം വായിട്ടടക്കേണ്ടി വരത്തില്ല. എന്താ കാര്യം? ദൈവം ഇവരെ കാണുന്നുണ്ടല്ലോ, ഇവർ ചെയ്യണ കാര്യങ്ങൾ. അതാണ് വിഷയം. കാര്യം ദൈവം ഇത് കാണുന്നുണ്ടല്ലോ ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം. ഇത്രയും തിഷ്ഠതയാണ് ഇവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയുടെ എണ്ണം കുറക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. കാര്യം ദൈവസ്നേഹം ഉള്ളവന് വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് മാറണത്. ഇപ്പം നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധി നമ്മൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട്, അതായത് ഈ ജെയ്മി അവസാനം പറയുന്നൊരു വാക്ക് ഞാനിവിടെ ചുവപ്പ് മഷി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്ന് അറിയാമോ? ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ വർത്താനം പറയണേ? എന്താ പറഞ്ഞിരിക്കണവർ? ദൈവസന്നിധിയിൽ കണ്ണുകൾ എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും. അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം. അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അതിലെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ട്. എന്താ കാര്യം? ഞാൻ ദൈവ തിരുസന്നിധിയിൽ കണ്ണുകളുയർത്തി നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം എന്നാണ് അവർ പറയണത്. ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയത്. കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ഞെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. കന്നഡയിലും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും ഹിന്ദിയോട് ഹിന്ദി അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പതർച്ചൊന്നും ഇല്ലാതെ കർത്താവിനെ സുവിശേഷ വേല. അപ്പോൾ ഇത് ചെയ്യണത് എന്താണ്? ഇത് ചെയ്യണത് ഇവർ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. 12 മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് അവരുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല. അതാണ് പിന്നീട് അവർ ഈശോയോട് പറയുന്ന ഒരു കാര്യം. എനിക്കിത്തിരി സമയം, ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണ്ടേ. തന്നെയല്ല വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഒക്കുലർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട്. കണ്ണിൻ്റെ മസിൽ കടിക്കും. അപ്പം അത് കണ്ണിന്, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ മസിൽ വെട്ടിക്കയറ്റത് നമ്മൾ പറയത്തില്ലേ, അപ്പോൾ കണ്ണിൻ്റെ മസിൽ പിടിക്കും. അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ 12 മണിക്കൂർ ജോലി ചെയ്യണത്. ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോണത്. അപ്പോൾ ഈശോയോട് മനസ്സിലൊന്ന് വിചാരിക്കും, എന്താണ്, എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ പ്രേക്ഷിത വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല. നിയമപരമായിട്ട് അവർക്ക് പ്രൊമോഷന് 3 കൊല്ലം കൂടി വേണം. പക്ഷേ എന്ത് ചെയ്ത്, ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയാണ്. ദൈവം ഇങ്ങനെ വളരെ കണ്ണെ കാണാവുന്ന പോലെയാണ്
നമ്മൾ ഈ പാത്ത് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മുമ്പ് വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ. ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം. നിങ്ങളൊന്നും ഒളിച്ച് കളിക്കണില്ല. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തിന് തോന്നണം. പല ആൾക്കാർക്ക് ഉടമ്പടി ചുറ്റിക്കളിയാണ്. എന്താണ്? ആ തൽക്കാലം ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികത്തിക്കലും ഒരു ഓട്ടം പിടുത്തമൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അഭ്യാസം ഇത് നടക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ, പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി. അവരെന്താണ്? സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിന് അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താ പറ്റി? അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉടമ്പടിയുടെ രീതി തന്നെ എന്താണ്? സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മരിയൻ കണ്ടന്റ്. ഉടമ്പടിയുടെ മരിയൻ കണ്ടന്റ് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ്? ആകാത്ത സമയമാണ് വിഷയം. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചൽ ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയെന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തസ്സത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ സമയത്തിൻ്റെ മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത്? ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇത് വേണ്ടി ആർക്ക് ചെയ്യണം? ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ, ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്ന്. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്? ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ച് ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാൻ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും. നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം. അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിക്ക് മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട്
വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. നിങ്ങൾ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണില്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു ശുദ്ധപ്രയോഗം പോലെ ചെയ്യരുത്. ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് അറിയാവുന്നവർ മാത്രമേ അത് അപ്ലൈ ചെയ്യാവൂ. കാര്യം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഉപ്പിട്ട കാര്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ ലേഡി പറയണത് അത് കർത്താവിൻ്റെ രക്തമാണെന്നൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവിടെ കയ്യിൽ നിന്നിട്ട് കാച്ചണതാണ്. ഇതൊക്കെ കയറിപ്പോവുകയില്ലേ? ഇതൊന്നുമല്ല വിഷയം. ഉപ്പ് എന്താ വിഷയമെന്ന് അറിയണം നമ്മൾ. അതെന്താ പ്രശ്നം എന്ന് പറയണത്, ഇത് ഈ നോട്ട് ബൈ ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെന്താണ്? അത് എപ്പോഴും ഓർക്കണം. ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയണത് നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ യോഗ്യതയല്ല, അങ്ങയുടെ കൃപയെന്നാണ്. അത് തന്നെയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിൻ്റെ അകത്ത് വരണത്. ഉപ്പിൻ്റെ പ്രയോഗം ബൈബിളിൽ ഉടമ്പടി ഉപ്പെന്നാണ് വിളിക്കുന്നത്. അതിനെ ബൈബിളുള്ളതാണ് ഉടമ്പടി ഉപ്പ്, അല്ലാതെ കൃപാസനത്തിന് വെച്ചിട്ട് തന്നെ അല്ല. ഉടമ്പടി ഉപ്പ് ബൈബിളിലുള്ളതാണ്. പക്ഷെ ഉപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അഹ്റോന് അതുപോലെ ലേവ്യ സന്തതികൾക്കും ഇസ്രയേലിൻ്റെ ഭാഗം വെച്ചപ്പോൾ ഓഹരിയില്ല. അപ്പോൾ മോസസ് അഹ്റോനോട് പറയും, ലേവ്യ പുത്രന്മാർ പുരോഹിതന്മാരാണ്, അൾത്താര ശുശ്രൂഷകരാണ്, അവർക്ക് ഇസ്രയേലിൽ ഓഹരിയില്ല. ദൈവമായ കർത്താവായ ദൈവം തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് ബലിവസ്തുക്കളിൽ ഉപ്പ് തളിച്ചതുകൊണ്ട് അത് ആരും എടുക്കരുത്, അത് ലേവ്യ കുടുംബത്തിലുള്ളതാണെന്ന് പറയും. അതാണ് ഉപ്പ് തളിക്കേണ്ടത് ദൈവത്തിനുള്ളതാണെന്ന്. അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഉപ്പ് കൂടെ തളിച്ചതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസ പ്രമാണം ചൊല്ലിയത് അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാനിവിടെ തോറ്റിരിക്കുന്നു, എനിക്കിവിടെ അവകാശമില്ല, എൻ്റെ അവകാശം കർത്താവാണെന്ന്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അത് നമ്മൾ അറിയണമെങ്കിൽ, അത് വായിക്കണമെങ്കിൽ സംഖ്യ എടുത്ത്, സംഖ്യ 18, 19, 20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് തളിച്ച് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. 18-20 വായിച്ചേ. കർത്താവ് അഹറോനോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇതാണ് ഉപ്പ് തളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എനിക്ക് ഇതിൻ്റെ അകത്ത് കഴിവില്ല, എനിക്ക് ഇതിൻ്റെ അകത്ത് ഓഹരിയില്ല. എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതാ സംഭവം. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ചെയ്യുമ്പോൾ വിശ്വാസപ്രമാണം ചങ്കെ കൊണ്ട് ചൊല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ആൾക്കാർ കേൾക്കാം. വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം, വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം. ഇപ്പോൾ ഉടമ്പടിയിലാണ് പ്രയോഗവിധികളുള്ളത്. വിശ്വാസത്തെ പ്രയോഗമാകും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത്? ഇവർ PT പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസിൻ്റെ സാറിനോട് ഇത് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു.
പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ചമഷി എടുത്തിട്ട് സാങ്ഷനാക്കും. ഓൺ ദി സ്പോട്ട് സാങ്ഷൻ ആക്കുകയാണ്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ടെന്നറിയണോ? എന്നിട്ട് സാങ്ഷൻ ആക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും, സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തേക്കാൻ പറയും. അപ്പോഴേ എന്നിട്ട് ഒരു ഓഫീസർ പോകും. അപ്പോൾ ഈ സൂപ്രണ്ട് പറയും, മാഡം എന്ത് ചതിയാണ്, നടക്കത്തില്ല, കാര്യം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫയൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ, 3 കൊല്ലത്തോ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോരും. അവർ അതിൻ്റെ പേരിലൊന്നും പറയാൻ നിൽക്കില്ല. എന്താ കാര്യം? ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല. നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സെൻറ്ററിലല്ലേ സാധനം പിടിക്കുന്നത്, അതെപ്പോഴും ഓർക്കണം നിങ്ങളെ. സെൻറ്ററിൽ പിടിപാടുള്ളവർ അധികം സംസാരിക്കത്തില്ല. അല്ലാത്തവർ മുഖ്യം മൂല്യം വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം അറിയാൻ പറ്റില്ല, കഷ്ടം, ഞാൻ എത്ര പ്രാവശ്യം നടക്കണം, ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ, ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുമല്ലോ. അങ്ങനെയൊന്നും വിളിച്ചുകൊണ്ട കാര്യമില്ല. ഉടമ്പടിക്കാർ ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് വേറെ സെൻട്രൽ ഓഫീസുണ്ട്, അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത്. ഇവർ ചെയ്യണമല്ലത്, അതവരോട് ചെയ്യും. അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ട് പോകുന്നു. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുക വെച്ചാൽ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ റീസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേയർ ഇവരെ വിളിക്കും. ടൈം കണ്ട, ടൈം എന്താ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേയർ വിളിക്കും, മാഡം നിങ്ങളുടെ നാളെ 11 മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിലുണ്ടാകണം, ഞാൻ അളക്കാൻ വരുന്നുണ്ടെന്ന്. നോക്കിയേ, ഇതെങ്ങനെ ഇത് വർക്കൗട്ട്. ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് പറയണത്. ടൈം ഷോർട്ടണിങ്, സമയ ചുരുക്കം എന്ന് പറയും. മറിയം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല, അടച്ച വാതിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 22:22 യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് ഈശോയ്ക്ക് കിട്ടിയ അധികാരമാണ്, ദാവീദ് ഭവനത്തിന്റെ താക്കോല്. ആ അധികാരമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ കൈമാറണത്. അമ്മ അവിടെ കൊണ്ട് ഒപ്പിട്ട് സമയം ആയില്ലെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കും. എപ്പോഴും എൻ്റെ മക്കളോട് എനിക്ക് ആധിയോടും ഭീതിയോടും കൂടി പറയാനുള്ള കാര്യം, ഞാൻ പറയണത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇതിന് ഉടമ്പടിയുടെ ഒരു ജീവിതമുണ്ട്. അത് കുറച്ച് കാര്യം ഉടമ്പടി പ്രകാരം, കുറച്ച് കാര്യം തോന്നിവാസമായിട്ട് എടുക്കുക കഴിഞ്ഞാൽ ഉടമ്പടി ജീവിതം ആകത്തില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുള്ളായിട്ട് തന്നെ ഉടമ്പടി നിലപാടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, ശരിക്കും ഒരു സമീപന രീതിയാണ്. എല്ലാം ഉടമ്പടി പ്രകാരം. അവർ സംസാരിക്കാതെ പോകുന്നത് എന്താണ്? അത് ഉടമ്പടി പ്രകാരമാണ്. കാര്യം അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ആ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളവിടെ മാനുഷികമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. കാര്യം മാനുഷികമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂപി ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ധ്യാന ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ആത്മീയത ഉണ്ടാകണം. പെരുമാറ്റത്തിലില്ലേ, പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് അതിലെ മീൻസാണ്, മാർഗങ്ങളാണ്. അതൊക്കെ പ്രാർത്ഥനയും ധ്യാനമൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, മാർഗമാണ്. ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി സുവിശേഷ വിഹിതമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത്, അതാണ് ആത്മീയത. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പോൾ ദൈവാത്മാവ് വസിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയരാകത്തുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ
അതുകൊണ്ട് ദൈവാത്മാവിനാൽ വസിക്കണമെന്ന് വെച്ചാൽ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. നമ്മുടെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ അത് നയിച്ചുകൊണ്ട് പോണത് ദൈവാത്മാവിനായിരിക്കണം, ലോകത്തിൻ്റെ ആത്മാവിനാലായിരിക്കരുത്. നിർഭാഗ്യവശാൽ നമ്മുടെ പല കാര്യങ്ങളും നയിക്കപ്പെടുന്ന ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ആരെ പറ്റിക്കാം, ഏത് രീതി തരികിട കാണിച്ച് തട്ടിപ്പ് കാണിക്കാം, അതെല്ലാം ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ദൈവികമായ കാര്യങ്ങൾ വരുമ്പോൾ കൊള്ളലാഭങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക്. ബിസിനസ്സുകാരെല്ലാം ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകും. എന്താ കാര്യം? കൊള്ളലാഭം കിട്ടത്തില്ല. പറ്റിച്ചാലും വെട്ടിച്ചാലും അല്ലേ ആൾക്കാർക്ക് കൊള്ളലാഭം കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ സർക്കാരിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പോണൻറ്റിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലൈസിനെ പറ്റിക്കണം. ആരെങ്കിലും പറ്റിക്കേണ്ടി വരികയില്ലേ? പറ്റിക്കാതെ തന്നെ ലാഭം ഉണ്ടാക്കണം. പറ്റിച്ചാണ് ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആകേണ്ട കാര്യമൊന്നുമില്ല. അത് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യണതാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നടത്തിയ എന്ത് പ്രകൃതിയോടെന്നോ കാണിക്കണതിന് ഒരു പ്രശ്നവുമില്ല. ഉടമ്പടി ജീവിതം എന്ന് പറയണത് ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ ഒരു കഷ്ണം ചേർത്തത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക. അതാണ് സംഭവം. അതൊക്കെയാണ് കഷ്ണം ചേർത്തിക്കേണ്ടത്. കാര്യം ഇതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകടം മറിയണ ഒറ്റ സാധനമാണ്. പക്ഷേ കേട്ട് ഒരു പ്രലോഭനം വന്നാൽ മതി. പ്രലോഭനം പറഞ്ഞെങ്കിൽ ഈ പ്രലോഭനം ഉണ്ടായി അതിനെ അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പ്രലോഭനവും കൊണ്ടുപോയിക്കൊള്ളൂ. ഇവൻ്റെ ഗുണവത പിന്നെ പ്രലോഭനമേ ഇവനും ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രശ്നം അതാണ്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുത്തൻ പ്രലോഭനത്തിൽ വീഴുന്നവനാണെങ്കിൽ സാമ്പത്തികമാകാം, അധികാരമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, വീഴുന്നവരാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കും. വീഴാത്തവരാണെങ്കിൽ വീഴത്തില്ല. എന്താണ്? പ്രലോഭനം വഴിമാറിപ്പോകും. അത് വ്യക്തിയാണ് തീരുമാനിക്കണത്. അതിനിപ്പം നമ്മൾ ഇപ്പോൾ ചിലർ ധ്യാനം നടത്തില്ലേ, ചിലർ പറയണേ ഇപ്പോൾ യോഗയൊക്കെ നടത്തിയാൽ നമുക്ക് മനസ്സിന് സമനില കിട്ടും. ഓക്കെ, അത് ഇല്ലെന്ന് ഞാനൊന്നും പറയണില്ല. പക്ഷെ ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പറയണത്? അങ്ങനെയുള്ള സമനിലയെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് പറയണത്. അതൊന്നും 1 തിമോത്തി 4:8. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 1 തിമോത്തി 4:8. ശാരീരികമായ പരിശീലനം കൊണ്ട്, ശാരീരികമായ ബ്രീത്തിങ് ഒക്കെ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. കുറച്ച് പ്രയോജനമേ ഉള്ളൂ. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വരാനിരിക്കുന്ന ജീവിതത്തെ കണക്കിലെടുക്കാതെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് ആത്മീയത ഉണ്ടാകത്തില്ല. വരാനിരിക്കുന്ന ജീവിതത്തെ എന്താണ്? അവിടെ കണക്ക് കൊടുപ്പിക്കലാണ് അവിടുത്തെ മെയിൻ സംഭവം. ഓഡിറ്റിങ് നടക്കുന്നത് അവിടെയാണ്. വരാനിരിക്കുന്ന ജീവിതത്തെ സുവിശേഷവിഹിതമായി ഒരു ഗോസ്പൽ ഓഡിറ്റിങ് നിൻ്റെ ജീവിതം നടത്തി കഴിഞ്ഞാൽ സുവിശേഷവിഹിതമായി ഓഡിറ്റിങ് ഉണ്ടാകുമല്ലോ അവസാനം. ആ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നയിച്ച ജീവിതം ചിലപ്പോൾ അത് ആത്മീയ ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പോൾ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം, ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യും? ഇപ്പോൾ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. അപ്പോൾ സമറിയക്കാർ പറയും നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും. അതിനെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവർ തീയും ഗന്ധകവും ഇറക്കി ഇവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകായികതയാണ് അല്ലേ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്.
അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പറയും, ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ച് ചാകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കാനുള്ള പറയാം. അത് മതി. അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി, നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാവേലിയുടെ വഴിയെ പോണവർ വന്ന് ഉടമ്പടിക്കാത്ത എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചുമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്, അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാകണം നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്കാകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്കാകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവരിത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പം ഈശോ പറഞ്ഞില്ലേ 56:9-56 എടുത്ത്, അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അതിലേ ഉള്ള സംഭവം. അപ്പോൾ ഈശോ എടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാർ അത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിടികിട്ടിയ നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അതെങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ലൗകികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ല് വിലയാണ് കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ല് വില കൽപ്പിക്കേണ്ടത്. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എനിക്ക് എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ്, ദൈവതിരുസനെ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത്. അപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ദൈവതിരുസന്നിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. പുതിയ കാലത്തെ പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. അത് തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ്. അതിൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തിനാണ് ശ്വസിക്കണത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനെന്നാണ് മറുപടി. എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവേ, ഓരോ ദിവസവും ഉടമ്പടിയുടെ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ ശ്രീകോവിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവരും ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈശോ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ. സദയം
സുഖമായി എന്നെ അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എന്നെ കർത്താവേ, അനേകം മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഈശോയെ, ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിലും കൂടുവാൻ, അതായത് നാട് വിട്ട് പോന്ന് അങ്ങയുടെ തിരുസന്നിധി നിൽക്കുന്നവരുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പരക്കം പാഞ്ഞെത്തിയവരുണ്ട്. ഈ ആരാധന കൂടുന്നവർ, ഓൺലൈനിൽ കൂടുന്നവരുണ്ട്. അവരെല്ലാവരെയും നിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്ന ഈശോയെ, ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച, ഈ മാസം വെച്ചിട്ടുള്ളത്, കഴിഞ്ഞ മാസം വെച്ചത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ, അതിന് മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം, മാരക രോഗങ്ങൾ, തീരാവേദികളും, ജീവിത ദുരിതങ്ങളും, സാമ്പത്തിക കെടുതികളും, ജപ്തി നടപടികളും, വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും, അതുപോലെ തന്നെ പരീക്ഷകളും, ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും, ഇങ്ങനെ ജോലി തടസ്സങ്ങളും, വിസയുടെ പ്രോസസ്സിങ്, അതുപോലെ ഉണ്ടായ തടസ്സങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ നിൽക്കുന്ന നാനാജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മറിയത്തിൻ്റെ മധ്യസ്ഥതാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ, മാതാപിതാക്കന്മാർ ആധിപതിക്കുന്നവർ, അമ്മമാർ രാത്രിയും കണ്ണുനീരോടെ കിടക്കുന്നവരെ അവിടെ വയറിലങ്ങ് സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ പൈതാക്കാലം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് അങ്ങയുടെ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അങ്ങയുടെ അവകാശം ഓഹരിയ മക്കളുടെ മേലെ അങ്ങയുടെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവർ, കടകമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടമില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാത്ത കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ആ മേഖല വീട്ട് മൃഗങ്ങളെയും അതുപോലെ തന്നെ ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ, അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ, ഇങ്ങനെ വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വെള്ളം കയറി കിടക്കുന്നവർ, പൊറുക്കാൻ പറ്റാത്തവർ, കൊതുകിൻ്റെ കടികൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവർക്ക് പുതിയ ജീവിതം നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ശ്രുതികട. ഹല്ലേലൂയ. കർത്താവെ, പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ, കർത്താവെ, പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട്. ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മക്കളുടെ അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കർത്താവ്, വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശോയെ. വിസ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർസീസിൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോയെ. വസ്തു ജപ്തിയായി പോയവർ,
അതുപോലെ ലേലത്തിലായിപ്പോയവർ, കർത്താവെ ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വൈവാഹിക തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ, ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ളവരുടെ ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ, അകന്ന് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികടലേ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലി കർത്താവിൻ്റെ തിരുസേന സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികൾ സംഭവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അനുകൂലമായ കാലാവസ്ഥകൾ, ആ ദിവസങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥകൾ ദൈവം നൽകുന്നതിന് വേണ്ടിയും അപകടങ്ങളൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ പോലും ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ അത് പരിപൂർണമായ ദൈവകൃപയിൽ അവസാനിക്കാനും പര്യവസാനിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന ജപമാല കൃപാസനം ജപമാല റാലിയോട് അനുബന്ധിച്ച് പല രാജ്യങ്ങളിലും ഉള്ള കൃപാസനം കൂട്ടായ്മകൾ, അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ ജപമാല റാലി നടത്തുന്നുണ്ട്. ചിലർ 25-ാം തീയതി തന്നെ നടത്തുന്നത്, ചിലർക്ക് അമേരിക്കയിലേക്ക് നേരത്തെയാണ് നടത്തുന്നത്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലുമുള്ള കൃപാസന അഖണ്ഡ ജപമാല റാലികളെ, അത് സംഘടിപ്പിക്കുന്നവരെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, അത് പങ്കെടുക്കുന്നവരെ, അവരുടെ വീഡിയോ എല്ലാം അച്ഛന് അയച്ചു തരുന്നുണ്ടവരെ കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ആ സ്ഥലങ്ങളിൽ ലോകം ഭൂമിയെ മുഴുവൻ ജപമാല കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജപമാല നടത്തുന്നത്. അങ്ങനെ ജപമാല നടത്തുന്ന എല്ലാവരെയും, ആ ജപമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധയുടെ നീല മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രാൻസിലും റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയുള്ള ജപമാല റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജപമാല റാലിയുടെ ഫോട്ടോ അച്ഛനെ അയച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുകയും ആ നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്തെല്ലാം നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം.
ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ പരിശുദ്ധ പരമ പരിശുദ്ധ Oh,